ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരുപാട് നാൾക്ക് ശേഷം ഒരു പർപ്പിൾ ഹോളാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അഫോർഡബിൾ ആയിട്ടുള്ള കുറച്ച് സ്കിൻ കെയർ, അതുപോലെ തന്നെ മേക്കപ്പ്, കുറച്ച് മേക്കപ്പ്, കൂടുതൽ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ ഐറ്റംസ് ആണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു ഹോൾ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഇപ്പോൾ റിപ്പബ്ലിക് ഡേ സെയിൽ purple.com നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സ്കിൻ കെയർ, ഹെയർ കെയർ ഇല്ലെങ്കിൽ മേക്കപ്പ് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ വാങ്ങിക്കാൻ പറ്റും. ഒരുപാട് ഡിസ്കൗണ്ടിൽ കിട്ടും. അപ്പോൾ ഞാൻ ഓഫേഴ്സും കാര്യങ്ങളും എല്ലാം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കണ്ട, വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കാണിച്ചു തരാൻ പോണത് NY Baeയുടെ മിനി ലിപ്സ്റ്റിക്സ് ആണ്. ഇതൊരു കുഞ്ഞു ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആണ്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 79 റുപ്പീസ് മാത്രമാണ് ഇതിനുള്ളത്. ഈ ഷെയ്ഡ് ഫസ്റ്റ് ലുക്ക് 1 എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. ഇതാണ് ഞാനിപ്പോൾ എൻ്റെ ലിപ്സിൽ ഇട്ടേക്കുന്നത്. ഒരു പിങ്ക് കളറിലുള്ളതാണ്. ഒരു കറക്റ്റ് ഒരു പിങ്ക് പോലത്തെ. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ ലിപ്സ്റ്റിക്ക് വന്നിട്ട് ഇത്ര ആണുള്ളത്. നല്ല കംഫർട്ടബിൾ ആണ്. നമുക്ക് ലിപ്സിൽ ഇടുമ്പോൾ തന്നെ നല്ല കംഫർട്ടബിൾ ആണ്. കണ്ടോ, ഇതാണ് ഞാൻ ഇട്ടേക്കുന്നത് ലിപ്സ്റ്റിക്ക്. നല്ല കളറാട്ടോ. നല്ലൊരു പിങ്ക്, ഒരു റെഡ് മിക്സ് ആയിട്ടുള്ള ഒരു പിങ്ക് കളറാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ നടുക്ക് ജസ്റ്റ് ഒരു ഹൈലൈറ്റിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു SQയുടെ ഇറ്റ്സ് ഹാർഡ് കോഡ് 3 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷെയ്ഡും കൂടി ഞാൻ മിക്സ് ചെയ്യുന്നുണ്ട്. ഇതല്ലാതെ തന്നെ നല്ല കളറാണ്. പക്ഷേ എങ്കിലും എനിക്ക് കുറച്ചൊരു ഞാൻ നെയിൽ പോളിഷ് ഇട്ടില്ല. നെയിൽ പോളിഷ് ഇടാട്ടോ. ഈ നടുക്ക് പോർഷനിൽ മാത്രം അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ലിപ്സ്റ്റിക് ഷെയ്ഡ് വന്നിട്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് സെയിം NY Baeയുടെ തന്നെ വേറൊരു ഷെയ്ഡും കൂടെ എൻ്റെ കയ്യിലുണ്ട്. ഇത് ഡിസൈനർ സ്പോട്ട്ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. ഇതിൻ്റെ പാക്കേജിങ് വന്നിട്ട് ഇതുപോലത്തെ ഒരു കാർഡ്ബോർഡ് ലൈക്ക് പാക്കേജിങ് ആണ്. ക്യൂട്ടായിട്ടുള്ള ഒരു കുഞ്ഞു പാക്കേജിങ് ആണ്, കണ്ടോ. പിന്നെ അതിൻ്റെ പുറമേ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് സൂപ്പർ പിഗ്മെൻറ്റഡ് ആണ്. അതേ സൂപ്പർ പിഗ്മെൻറ്റഡ് ആണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്, ന്യൂറീഷ്യസ് ലിപ്സ് നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 സ്ട്രോക്ക് ആപ്ലിക്കേഷൻ ആണ്. 1 സ്ട്രോക്ക് ആപ്ലിക്കേഷൻ എനിക്ക് 2 തവണ അപ്ലൈ ചെയ്യേണ്ടി വന്നു, അത് ശരിയല്ല. പിന്നെ ട്രാൻസ്ഫർ റെസിസ്റ്റൻ്റ് ആണ്, എല്ലാം ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ക്രീസ് ലെസ്, ഒരുപാട് ക്രീസ് ആവുന്നില്ല. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഈ ഒരു ഷെയ്ഡ് ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാം. എൻ്റെ കയ്യിൽ ഒരുപാട് ഷെയ്ഡ് ഇല്ല കേട്ടോ ഇതിൻ്റെ. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം. കാരണം കുഞ്ഞിതാണ്. ഒരുപാട് ഷെയ്ഡ് മാറ്റി യൂസ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ വലിയൊരു ലിപ്സ്റ്റിക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് വെറുതെ വേസ്റ്റ് ആയി പോകും. കാരണം നമുക്ക് വേറെ ലിപ്സ്റ്റിക്ക് ഉണ്ട്, അപ്പോൾ അത് ഇടുമ്പോൾ അത് വേസ്റ്റ് ആയി പോകില്ല. അപ്പോൾ എപ്പോഴും ഇങ്ങനത്തെ കുഞ്ഞ് ലിപ്സ്റ്റിക്ക് വാങ്ങിക്കുന്നതായിരിക്കും കംഫർട്ടബിൾ ആയിട്ടുള്ളത്. ഇത് വന്നിട്ട് ഒരു റെഡ് കളറാണ്. ഇത് കുറേ കൂടെ ഒരു മെറൂൺ റെഡ്, പക്കാ റെഡ് എന്ന് പറയാൻ പറ്റത്തില്ല. എനിക്കിഷ്ടമുള്ള പോലത്തെ റെഡാണ്. എനിക്ക് ഇങ്ങനത്തെ റെഡാണ് ഇഷ്ടം. ഒരു ബ്ലൂ അണ്ടർടോൺ ഉള്ള ഒരു റെഡ് കൈൻഡാണ്. കൊള്ളാല്ലേ. ഇനി അടുത്ത വന്നിട്ട് SQയുടെ മിനി ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഇതിൻ്റെ പാക്കേജിങ് വന്നിട്ട് ഇതുപോലെയാണ്. ഇത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു എന്താ പറയുക, നമ്മുടെ ടൈഗർ പ്രിൻ്റ് ഉള്ള ഒരു പാക്കേജിങ് ആണ് ഇതിന് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 199 റുപ്പീസാണ്. മിനി ആയിട്ട് 199 റുപ്പീസ് ഉണ്ടാവും. പക്ഷേ ഈ SQയുടെ ലിക്വിഡ് ലിപ്സ്റ്റിക്കിൻ്റെ ഫോമുല നല്ലതാട്ടോ. ഇതിൻ്റെ കളർ വന്നിട്ട് ഒരു പക്കാ റെഡ് കളറാണ്. ഇതിൻ്റെ ഷെയ്ഡ് നെയിം ഹോട്ട് ഇൻ എവറി ലാംഗ്വേജ്. ഇതിൻ്റെ ഷെയ്ഡ് ഇതിൻ്റെ മേലെ തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഷെയ്ഡ് പക്കാ റെഡ്, ഒരു ചില്ലി റെഡ് ഇല്ലെങ്കിൽ ബ്ലഡ് റെഡ് എന്നൊക്കെ പറയുന്ന പോലത്തെ കളറാണ്. ക്വിക്കായിട്ട് ഡ്രൈ ആവുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ ഡ്രൈ ആവുന്നുണ്ട്. ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല, കാരണം എനിക്ക് പൊതുവേ ലിക്വിഡ് ലിപ്സ്റ്റിക്സിനോട് അത്ര താല്പര്യമില്ല. ഞാൻ ബുള്ളറ്റ് ലിപ്സ്റ്റിക്സ് അതുപോലെ ക്രയോണൊക്കെയാണ് യൂസ് ചെയ്യുക. എനിക്ക് കുറച്ചും കൂടി മോയ്സ്ചറൈസിങ്, ഒരുപാട് ലോങ് ലാസ്റ്റ് ചെയ്തില്ലെങ്കിലും കുറച്ച് ട്രാൻസ്ഫർ ആയിട്ടുണ്ടെങ്കിൽ വരെ എനിക്ക് ഈ ബുള്ളറ്റ് ഇല്ലെങ്കിൽ കുറച്ച് മോയ്സ്ചറൈസ് ചെയ്യുന്ന രീതിയിലുള്ള ലിപ്സ്റ്റിക്കാണ് എനിക്കിഷ്ടം. ലിക്വിഡ് ലിപ്സ്റ്റിക്ക് എനിക്ക് അത്ര ഇഷ്ടമല്ല. ലിപ്സിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഡ്രൈയിങ് ആവും. അത് ഏത് ലിക്വിഡ് ലിപ്സ്റ്റിക്ക് ആണെങ്കിലും കേട്ടോ. എനിക്ക് അത്ര കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് ഞാൻ എടുത്തേക്കുന്നത് വന്നിട്ട് ഒരു പെഡിക്യൂർ കിറ്റാണ്. ഈ പെഡിക്യൂർ കിറ്റ് ഞാൻ ട്രൈ ചെയ്യാനായിട്ട് ഇരിക്കുകയാണ്. ഇത് കുറേ നാളായിട്ട് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. എൻ്റെ കയ്യിൽ ഇതിൻ്റെ വേറെ ഫ്ലേവേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ട്രൈ ചെയ്ത് നോക്കാൻ ടൈം കിട്ടിയില്ല. എന്തായാലും ഇപ്പോൾ ട്രൈ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. കാലൊക്കെ ആകെ അലമ്പഴിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഞാൻ അപ്ഡേറ്റ് തരുന്നതാണ്. ഇത് സ്ട്രോബെറിയുടെ ആണ് കേട്ടോ. സ്ട്രോബെറിയുടെ മാനിക്യൂർ പെഡിക്യൂർ കിറ്റാണ്. ഇതിനകത്ത് വന്നിട്ട് നമുക്ക് 5 സാക്ഷിയായിട്ടാണ് ഉള്ളത്. ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക് കവറിലാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് ഒറ്റ തവണ കൊണ്ട് യൂസ് ചെയ്ത് തീർക്കേണ്ടി വരും, അല്ലെങ്കിൽ അത് വേസ്റ്റ്
ടൈപ്പും. അപ്പോൾ ഒറ്റ തവണ കൊണ്ട് ഇത് യൂസ് ചെയ്ത് തീർക്കണം. ഇത് 5 ഉള്ളത് കേട്ടോ. ഒരെണ്ണം വന്നിട്ട് സോക്ക് ചെയ്യേണ്ട മറ്റേ സാൾട്ടില്ലേ, നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കുന്ന സാൾട്ട്. പിന്നെ വന്നിട്ട് ക്യൂട്ടിക്കിൾ ക്രീംസ്, ക്യൂട്ടിക്കിൾ സോഫ്റ്റൺ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ക്യൂട്ടിക്കിൾ ക്രീം ഉണ്ട്. പിന്നെ വന്നിട്ട് സ്ക്രബ് ഉണ്ട്, സ്ട്രോബെറി നൂറിഷിംഗ് മാനിക്യൂർ പെഡിക്യൂർ സ്ക്രബ്. പിന്നെ വന്നിട്ട് മസാജിങ് ക്രീം ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പാക്കായിരിക്കും അല്ലേ, മഡ് മാസ്ക്. മഡ് മാസ്കും ഉണ്ട് ഇതിൻ്റെ കൂടെ തന്നെ. അപ്പോൾ ഈ ഒരു പെഡിക്യൂർ മാനിക്യൂർ കിറ്റാണ് ഞാൻ നെക്സ്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ആപ്സ് ഗുഡ്നെസ്സിൻ്റെ തന്നെ ഫേഷ്യൽ കിറ്റ്സ് ഉണ്ട്, നല്ല അഫോർഡബിൾ റേഞ്ചിലുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഫേഷ്യൽ കിറ്റ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നതുമാണ്. ഭയങ്കരമായിട്ടൊന്നല്ല, പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വന്നിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഫേഷ്യലാണ്. ഇത് ക്യാരറ്റിൻ്റെ ആണ് കേട്ടോ. ഇതിനകത്തും സെയിം വന്നിട്ട് 5 പാക്കായിട്ടാണ് ഉള്ളത്, പാക്കറ്റായിട്ടാണ്, സാക്ഷിയായിട്ടാണ് ഉള്ളത്. അത് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒറ്റ തവണ ഇത് ഒരാൾക്കുള്ളതല്ല, 2 ആൾക്കെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന അത്ര പ്രോഡക്റ്റ് ഇതിനകത്തുണ്ട്. ഫസ്റ്റ് വൺ ക്ലെൻസിങ് മിൽക്ക് ഉണ്ട്, സ്ക്രബ് ഉണ്ട്, സിറം ഉണ്ട്, ക്രീം ഉണ്ട്, പാക്ക് ഉണ്ട്. അത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ള ഹൗ ടു യൂസ് എന്നുള്ളതെല്ലാം തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ കീ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്, മാനുഫാക്ചറിങ് ഡേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. എല്ലാ സംഭവങ്ങളും ഇതിൻ്റെ പാക്കേജിങ്ങിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഫ്ലേവർ വന്നിട്ട് ക്യാരറ്റ് ആണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് എൻ്റെ പർച്ചേസ് വന്നിട്ട് ഗുഡ് വൈബ്സിൻ്റെ ഈ ഒരു സിറാണ് കേട്ടോ. ഇത് വന്നിട്ട് മറാക്കുജ എന്നാണ് എഴുതിയേക്കുന്നത്. എനിക്ക് ഇത് കണ്ടിട്ട് പാഷൻ ഫ്രൂട്ട് ആയിട്ടാണ് തോന്നുന്നത്. പാഷൻ ഫ്രൂട്ടിൻ്റെ സിറാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മറാക്കുജ എന്നാണ് ഇതിനകത്ത് എഴുതിയേക്കണം. പേര് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. ഇത് പാരബൻ ഫ്രീ ആണ്, സൾഫേറ്റ് ഫ്രീ ആണ്. ഈ ഗുഡ് വൈബ്സിൻ്റെ ഫേഷ്യൽ ഓയിൽസ്, സിറം ഒക്കെ നല്ലതാണ് കേട്ടോ. നല്ല റിവ്യൂ ഉള്ളതാണ് ഇതിൻ്റെ. വിറ്റമിൻ സിയുടെ സിറം ഒക്കെ ഗുഡ് വൈബ്സിൻ്റെ അത്യാവശ്യം നല്ലതാണ്. ഇതിൻ്റെ ഒരു പാക്കേജിങ് വന്നിട്ട് നമുക്ക് നോർമലായിട്ടുള്ള ഇങ്ങനത്തെ ഒരു ചെറിയ ഒരു ബോട്ടിലുണ്ട് ഇതിനകത്ത്. ഇങ്ങനത്തെ ചെറിയൊരു ബോട്ടിലുണ്ട്. ആ ബോട്ടിലിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതുപോലത്തെ ഒരു അതിനകത്തുനിന്ന് എടുക്കാനുള്ള ഒരു സംഭവം കൂടെ കിട്ടും. നെക്സ്റ്റ് ഒരു പർച്ചേസ് വന്നിട്ട് ഗുഡ് വൈബ്സിൻ്റെ ഈ ഒരു അർഗൻ റേഞ്ചിലുള്ള ഹൈഡ്രേറ്റിംഗ് ടോണർ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ടോണർ വന്നിട്ട് നമുക്ക് നമ്മുടെ ഫേസിൽ ഭയങ്കര ഒരു ഡള്ളായിട്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ വെളിയിൽ പോകുമ്പോൾ ഭയങ്കര ഡള്ളായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡൾനെസ് മാറ്റാനായിട്ട് നമുക്ക് ഈ ടോണർ യൂസ് ചെയ്യാം. ടോണർ കുറച്ചിങ്ങനെ എടുക്കുക, അതിന് ശേഷം ഫേസിൽ ജസ്റ്റ് സ്പ്രേ ചെയ്യാം. നല്ല കൂളിംഗ് ആണ്, നല്ലൊരു നമ്മൾ പാർലറിലൊക്കെ പോകുമ്പോഴൊരു ടൈപ്പ് ഓഫ് സ്മെല്ലില്ലേ, അങ്ങനത്തെ ഒരു സ്മെല്ലാണ് ഇതിന്. നല്ല കൂളാണ്, കയ്യിലൊക്കെ ഇട്ടിട്ട് തന്നെ നമുക്ക് തണുക്കും, അങ്ങനത്തെ ഒരു സംഭവമാണ്. അപ്പോൾ നമുക്ക് വെളിയിൽ പോയിട്ട് ഭയങ്കരമായിട്ട് ഡള്ളായിട്ടിരിക്കുകയെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോണറാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 175 റുപ്പീസാണ്. നല്ല ടോണറാണ് കേട്ടോ. അതിപ്പോൾ ഞാൻ യൂസ് ചെയ്യാറുണ്ട് വെളിയിൽ പോകുമ്പോൾ. ഇങ്ങനെ ഭയങ്കര ഡള്ളായിട്ടിരിക്കുകയെന്നുണ്ടെങ്കിൽ ആ ടൈമിൽ മാത്രം. ഇത് ഞാൻ എപ്പോഴും ഇപ്പോൾ ബാഗിൽ ഇട്ടേക്കും. കുക്കുംബർ ടോണർ അല്ലെങ്കിൽ ഇതാണ് ഞാൻ ബാഗിൽ ഇട്ടുകൊണ്ട് പോകാറ്. കുക്കുംബർ ടോണറും വന്നിട്ട് ആപ്സ് ഗുഡ്നെസ്സിൻ്റെ തന്നെയാണ്. പിന്നെ നെക്സ്റ്റ് എൻ്റെ ഒരു പർച്ചേസ് വന്നിട്ട് ഈ ലോട്ടസ് ഹെർബലിൻ്റെ ഗോൾഡ് റേഡിയൻറ്റ് ഫേഷ്യൽ കിറ്റാണ്. ഇത് ഞാൻ അമ്മയ്ക്ക് വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ. ഇത് നല്ലൊരു ഫേഷ്യൽ കിറ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ട്രൈ ചെയ്യണമെന്ന് ഓർത്തിട്ട് വാങ്ങിയതാണ്. ഇത് ഓൾറെഡി ഞാൻ ഈ റേഞ്ചിലുള്ളത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനിത് എടുത്തതേ ഉള്ളൂ. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ബ്ലീച്ചും കൂടി എടുത്തിട്ടുണ്ട്. ഞാൻ ബ്ലീച്ച് യൂസ് ചെയ്യാറില്ല, പക്ഷെ അമ്മയ്ക്ക് ഭയങ്കര ബ്ലീച്ച് ഇട്ടില്ലെങ്കിൽ ഞാൻ പറയും ബ്ലീച്ച് എന്തിനാണ് ഇടണം, ഇട്ടിട്ട് വെറുതെ വെളിയിൽ പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും കറുത്തു പോകും. ബ്ലീച്ച് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അകത്ത് ഓഫീസ് ജോബൊക്കെ ആണെങ്കിൽ പിന്നെ ബ്ലീച്ച് കുഴപ്പമില്ല. ഈ അമ്മ വെയിലത്തൊക്കെ നിൽക്കാല്ലേ, അപ്പോൾ അങ്ങനെയുള്ളൊരു ജോബിന് ബ്ലീച്ച് ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇരട്ടി സ്കിൻ ഡാമേജ് ആവും. പിന്നെ നമുക്ക് തിരിച്ച് റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അമ്മേനോട് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്യരുത്, മുടിയുമ്പിൽ സോപ്പ് ഇടരുതെന്ന് പറഞ്ഞാൽ പിന്നെ പണ്ടൊക്കെ എല്ലാവരും മുടിയുമ്പിൽ സോപ്പ് ഇടാതല്ല ഇരുന്നിട്ടുള്ളത്, അങ്ങനെ ചോദിക്കാൻ തുടങ്ങും. എന്ത് ഇല്ലയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്മതിച്ച് തരത്തില്ല. പിന്നെ നമ്മൾ പറയാനുള്ള മേടിച്ച് കൊടുത്താൽ മതിയല്ലോ. ഇത് VLCCയുടെ ആണ്, ഡയമണ്ട് ബ്ലീച്ച് ആണ് കേട്ടോ. VLCCയുടെ ഡയമണ്ട് ബ്ലീച്ച് ആണ്. ഈ VLCCയുടെ ഫേഷ്യൽ കിറ്റ്സും അത്യാവശ്യം നല്ലതാണ്. അതിൻ്റെ ഫ്ലേവേർഡ് അല്ലാത്ത ഒറിജിനൽ ഇല്ലേ, നോർമൽ ആയിട്ടുള്ളത് നല്ലതാണ് ഈ ഗോൾഡ് ഡയമണ്ടിനേക്കാളും. പിന്നെ പേളിൻ്റെ നല്ലതാണ് അവരുടെ. പിന്നെ അടുത്തൊരു പർച്ചേസ് വന്നിട്ട് ഈ ഒരു ഗുഡ് വൈബ്സിൻ്റെ ഫേഷ്യൽ എസെൻസ് ആണ്. ഇത് ലിക്വറൈസിൻ്റെ ഫേഷ്യൽ എസെൻസ് ആണ് കേട്ടോ. ഇത് നോർമലി നമ്മൾ സ്കിൻ കെയറിൽ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് എസെൻസ്. സ്കിന്നിൽ എന്തെങ്കിലും ഇപ്പോൾ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഡാർക്ക് ആയിട്ടുള്ള മാർക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ എന്തെങ്കിലും ടൈപ്പ് ഓഫ് സ്കിൻ ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അല്ലെങ്കിൽ വെറുതെ ആണെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ ഞാൻ പറയാം, എന്ത് പ്രോഡക്റ്റ് നമ്മൾ സ്കിൻ കെയർ ആണെങ്കിലും മേക്കപ്പ് ആണെങ്കിലും എന്തിടുകയെന്നുണ്ടെങ്കിൽ സ്കിന്നിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട്. ഇപ്പോൾ നമ്മൾ മേക്കപ്പ് യൂസ് ചെയ്യുമ്പോൾ അൺഇവനായിട്ട് ഫേസിൽ അൺഇവൻ സ്കിന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫൗണ്ടേഷൻ യൂസ് ചെയ്യാം. അതുപോലെ പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ലിപ്സ് ആണെന്നുണ്ടെങ്കിൽ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാം. അല്ലാണ്ട് ആവശ്യമില്ലാതെ സ്കിൻ കെയർ ആണെങ്കിൽ പോലും ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫെയർനെസ് ക്രീം ഇടുകയാണ്, ഇപ്പോൾ ഫെയർ ഓ ലവ്ലിയോ ഇല്ലെങ്കിൽ ഓയിലോ അങ്ങനെ എന്തെങ്കിലും ഫെയർനെസ് ക്രീം ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസ് ഭയങ്കര ഇവനാണ്, സ്കിന്നിൽ ഒരു ഇഷ്യൂസ് ഇല്ല, ക്ലിയർ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ആവശ്യമില്ലാണ്ട് അതൊന്നും ഇടണ്ട. അത് ഇട്ടിട്ടുണ്ടെങ്കിൽ
ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ പിന്നെ പ്രശ്നങ്ങൾ വരികയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഇതും അതെ, ഇതിൻ്റെ ബെനിഫിറ്റ്സ് അതൊക്കെയാണ്. സൺ ഡാമേജിൽ നിന്ന് ഹെൽപ്പ് ചെയ്യും, അതുപോലെ തന്നെ ബ്ലെമിഷസ് ലൈറ്റൻ ചെയ്യും, സ്കിൻ ബ്രൈറ്റൻ ചെയ്യും. അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി കേട്ടോ. ഇതും ഫേഷ്യൽ എസൻസ് ആണ്. ഇത് ലിക്വറൈസിൻ്റെ ആണ്, ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇതിൻ്റെ തന്നെ വേറെ ഫ്ലേവർ യൂസ് ചെയ്തിട്ടുണ്ട്, വിറ്റമിൻ സി. എനിക്ക് തോന്നുന്നു ഓറഞ്ചോ ലെമണോ യൂസ് ചെയ്തിട്ടുണ്ട് ഞാൻ. അത്യാവശ്യം കുഴപ്പമുണ്ടായിരുന്നില്ല. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇത് ഈ ലിക്വറൈസ് ആയതുകൊണ്ട്, ലിക്വറൈസ് നമുക്ക് ആക്നി പ്രോൺ സ്കിൻ ഉള്ളവർക്ക് നല്ലതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ എടുത്തതാണ്. ഇത് 10 ml ഓഫ് പ്രോഡക്റ്റ് ആണ്. ഇതിന് 225 റുപ്പീസാണ്. പിന്നെ നമ്മുടെ നെക്സ്റ്റ് ഒരു പർച്ചേസ് വന്നിട്ട് ഈ ഒരു ഗുഡ് വൈബ്സിൻ്റെ ഗ്രേപ്പ് സീഡ് ഫേസ് സിറം ആണ്. ഈ ഗ്രേപ്പ് സീഡ് സിറം ഒക്കെ നമ്മൾ ഫേസിൽ യൂസ് ചെയ്യണത് നല്ലതാണ് കേട്ടോ. സ്കിന്നൊന്ന് ഈവൻ ടോൺ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും, അതുപോലെ തന്നെ സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ അതൊന്ന് ലൈറ്റൻ അപ്പ് ചെയ്യാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവമാണ് ഈ ഒരു സിറം. നമുക്ക് സ്കിന്നിൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ യൂസ് ചെയ്താൽ മതി. സ്കിന്ന് എന്തെങ്കിലും ഡാർക്ക് ആയിട്ടുള്ള മാർക്സ് ഉണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ പിന്നെ എന്തിനാണ് ഞാനിതൊക്കെ കാണിക്കണമെന്ന്? ഞാൻ പല പ്രോഡക്റ്റ്സ് കാണിച്ചു തരും, പക്ഷേ നിങ്ങളുടെ സ്കിന്നിന് ആവശ്യമുള്ളത് മാത്രം യൂസ് ചെയ്താൽ മതി. ഈവൻ DIYs ആണെങ്കിൽ പോലും ആവശ്യമില്ലാതെ ഒരു സാധനവും ഫേസിൽ ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് സ്കിന്നിൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, പാടുണ്ടെങ്കിൽ പാടിനെ ട്രീറ്റ് ചെയ്യുക, പിമ്പിൾസ് ഉണ്ടെങ്കിൽ പിമ്പിൾസിനെ ട്രീറ്റ് ചെയ്യുക, ഹെയർ ഫോൾ ഉണ്ടെങ്കിൽ ഹെയർ ഫോളിനെ ട്രീറ്റ് ചെയ്യുക. അല്ലാതെ ഒന്നുമില്ല വെറുതെ ഒന്നും കൂടി നന്നാക്കാം എന്ന് ഉദ്ദേശിച്ചിട്ട് ചെയ്യരുത്. പ്രോബ്ലത്തിന് മാത്രമുള്ള സൊല്യൂഷൻ കൊടുത്താൽ മതി. അപ്പോൾ ഇത് നോ പാരബൻ, ക്രുവൽറ്റി ഫ്രീ ആണ്. 10 ml ഓഫ് പ്രോഡക്റ്റ് ആണ്. 199 റുപ്പീസാണ്. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് പർച്ചേസ്. ഈ ഒരു ഗ്രേപ്പ് സീഡിൻ്റെ എല്ലാ ഐറ്റംസും നല്ലതാണ്. ഗ്രേപ്പ് സീഡ് നമുക്ക് സ്കിന്നിന് ഒന്ന് റിജുവിനേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഗ്രേപ്പ് സീഡിൻ്റെ ഫേസ് വാഷ് ആണെങ്കിലും ഇല്ലെങ്കിൽ ഫേഷ്യൽ ഓയിൽസ് ആണെങ്കിലും എല്ലാം തന്നെ നല്ലതാണ്. സോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇത്തിരി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വരെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ ഞാൻ ഈ കാണിച്ചിട്ടുള്ള എല്ലാ പ്രോഡക്ട്സിൻ്റെ ലിങ്കും ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. പേർപ്പിളിൽ ഇപ്പോൾ റിപ്പബ്ലിക് ഡേ സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സാധനം വാങ്ങിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ തന്നെ വാങ്ങിക്കാനായിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ നല്ലൊരു യൂസ്ഫുൾ എൻ്റർടൈനിങ് വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ, സീ യു, ടേക്ക് കെയർ.